കൃഷ്ണ അവതാരം രുക്മി വധം. സഹോദരിയായ രുക്മിണിയെ ബലാത്കാരമായി കൊണ്ടുപോയ കൃഷ്ണനോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് രുക്മി കൈലാസനാഥനെ തപസ്സു ചെയ്തു. ശത്രു സംഹാരത്തിനായി ഒരു ചാപം മഹാദേവൻ രുക്മിക്ക് നൽകി. പക്ഷേ കൃഷ്ണനോട് എതിരിട്ടാൽ ചാപം മുറിഞ്ഞു പോകുമെന്ന് പരമേശ്വരൻ അരുളി ചെയ്തു. വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ രുക്മി തൻ്റെ മകളുടെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ്റെ മകൻ പ്രദ്യുമ്നന് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹാനന്തരം ബലരാമനുമായി രുക്മി ചൂതുകളിയിൽ ഏർപ്പെട്ടു. രാമനാണ് കളിയിൽ ജയിച്ചതെങ്കിലും രുക്മി അതൊന്നും അംഗീകരിച്ചില്ല. ഞാൻ തന്നെയാണ് കളിയിൽ ജയിച്ചത്, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർ പറയട്ടെ എന്നായി രുക്മി. രുക്മി ഇപ്രകാരം പറഞ്ഞപ്പോൾ രാജാക്കന്മാരെല്ലാം രുക്മിയുടെ പക്ഷം ചേർന്ന് രുക്മിയാണ് ജയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരശരീരി കേട്ടു, രുക്മിയല്ല ജയിച്ചത്, രാമൻ തന്നെയാണ്, ചൂതുകളിയിൽ രുക്മി തോറ്റിരിക്കുന്നു. ഈ വാക്കുകളും രുക്മി സമ്മതമായി എടുത്തില്ല. കന്നുകാലികളെ മേച്ച് വനത്തിൽ കഴിയുന്ന നിനക്ക് ചൂതുകളിയിൽ ജയിക്കാനൊന്നും കഴിയില്ല. യുദ്ധക്കളത്തിലും ചൂതുകളിയിലും ജയം രാജാക്കന്മാർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ്. രുക്മിയുടെ വാക്കുകൾ കേട്ട് മറ്റു രാജാക്കന്മാരെല്ലാം ബലരാമനെ കളിയാക്കി കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ രാമൻ കോപത്തോടെ വാളെടുത്ത് രുക്മിയെ വെട്ടി. അതുകൊണ്ട് രാജാക്കന്മാരെല്ലാം ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. രുക്മിയെ വധിച്ചതിന് ശേഷം എല്ലാവരും കൂടി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു.